അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഇൻ്റെയും മിഅ്റാജിൻ്റെയും ഒരു യാത്ര പോയി. 7 ആകാശങ്ങളും കടന്ന് അള്ളാഹിനെ കാണാൻ പോയി. അങ്ങനെ സ്വർഗത്തിലൂടെ നബിതങ്ങളും ഗൈഡായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ വല്ലാത്ത സുഗന്ധം. അല്ലാഹുവിൻ്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ, എത്രമാത്രം സുഗന്ധം എവിടെന്നാ, ഈ സുഗന്ധം എവിടെന്നാ വരുന്നേ? ഇപ്പൊ നബിതങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ കാണുന്ന ഖബറിൽ നിന്നാണ് സുഗന്ധം വരിക. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, അത് ഏത് പ്രവാചകന്റെ ഖബറാ, അത് ഏത് പ്രവാചകന്റെ ഖബറാന്നൊന്ന് പറയ് ജിബ്രീലേ, എത്രമാത്രം സുഗന്ധം വരാൻ? ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ, അതൊരു പ്രവാചകന്റെ ഖബറല്ല, പിന്നെയോ അതൊരു പെണ്ണിന്റെ ഖബറാണ്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ ചോദിച്ചു, ഏതാണ് ആ പെണ്ണ്, ആ ഭാഗ്യവതി ആരാണ്? അള്ളാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു എന്നാണ്. അത് മഹദിയായ മാഷിത്ത ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന മഹദിയുടെ ഖബറാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഈ ചരിത്രം സ്വഹാബത്ത് നബി തങ്ങൾ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ആ സംഭവം കൂടി ഒന്ന് വിശദീകരിക്കുമോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, സ്വഹാബ, മൂസാ നബിയുടെ കാലത്ത് ലോകമടക്കി ഭരിച്ച ഫിർഔൻ, ആ ഫിർഔന്റെ കൊട്ടാരത്തിൽ അടിമ സ്ത്രീയായിരുന്നു മാഷിത്ത ബീവി. മാഷിത്ത ബീവി അടിമ സ്ത്രീയായിരുന്നു. വീട്ടുജോലികളൊക്കെ ചെയ്യുന്ന, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണായിരുന്നു. അതുകൊണ്ട് തന്നെ മാഷിത്ത ബീവി ഫിർഔന്റെ കൊട്ടാരത്തിലെ അംഗമാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രംഗപ്രവേശനം നടത്തി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔന് തമ്മിൽ വലിയ ഘോരമായ സംഘട്ടനങ്ങളും വാഗ്ദോരണികളും വാഗ്വാദങ്ങളൊക്കെ നടക്കുന്ന സമയം. അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് വലിയ രാജാവെന്ന് ഫിർഔൻ പറയുന്ന, റബ്ബെന്ന് പറയുന്ന കാലഘട്ടമാണ്. ആ സമയത്താണ് അള്ളയുണ്ടെന്നും മരണമുണ്ടെന്നും പരലോക ജീവിതമുണ്ടെന്നും അള്ളയാണ് എല്ലാത്തിനും സൃഷ്ടിച്ചവനെന്നൊക്കെ മൂസാ നബിയുടെ കൗലും മൂസാ നബിയുടെ വാക്കുകളുമായി മതവുമായി, ഇസ്ലാം മതവുമായി, ദീനുമായി മൂസാ നബി രംഗപ്രവേശനം ചെയ്യുക. മൂസാ നബിയും ഫിർഔനും നമ്മൾ പറഞ്ഞതാണ്, ആ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, മാഷിത്ത ബീവി എന്ത് ചെയ്തു? അള്ളാഹുവിൽ വിശ്വസിച്ചു, പക്ഷെ അത് രഹസ്യമാക്കി വെച്ചു, കൽബിൽ മാത്രം. അള്ളാഹ് മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട് മാഷിത്ത ബീവി വിശ്വസിക്കുകയും അത് കൽബിൽ വെക്കുകയും ചെയ്തു. ഒരു ദിവസം ഫിർഔന്റെ മകളുടെ മുടി ഇങ്ങനെ ചീപ്പ് വെച്ച് ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചീകിക്കൊണ്ടിരുന്നപ്പോ അറിയാതെ കയ്യിൽ നിന്ന് ചീർപ്പ് തറയിൽ വീണു. അപ്പൊ കുനിഞ്ഞങ്ങനെ എടുക്കുമ്പോ മാഷിത്ത ബീവി പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. അപ്പൊ മോള് വെച്ച് എന്താ പറഞ്ഞേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മോളോട് പറഞ്ഞു. ഉടൻ തന്നെ മോള് വാപ്പയോട് പറഞ്ഞു, മാഷിത്ത എന്ന് പറയുന്ന ഉമ്മ മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കാണ്, അല്ല എന്നാണ് പറയണത്. ചീപ്പെടുത്തപ്പോ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. ഫിർഔൻ കോപം കൊണ്ട് ജ്വലിച്ചു. ഉടനെ മാഷിത്തയെ വിളിച്ചു, റളിയല്ലാഹു അൻഹു, മാഷിത്ത, ഞാൻ ഇങ്ങനൊരു കാര്യം അറിഞ്ഞല്ലോ. എന്താ? പറഞ്ഞു, അതെ, സത്യമാണ്. ഉടൻ തന്നെ പറഞ്ഞു, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഞാൻ നിന്നോട് പറയുന്നത്, ഞാനാണ് റബ്ബ്. നീ ആ മതത്തിൽ നിന്ന് മാറിയാൽ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും. മാഷിത്ത ബീവി റളിയല്ലാഹു തആല പറഞ്ഞു, കൊന്നാലും പ്രശ്നമില്ല രാജാവേ, എന്റെ റബ്ബ് പടച്ചവനാണ്, എന്നെ സൃഷ്ടിച്ച റബ്ബാണ്. ആ റബ്ബിന്റെ അടുക്കലേക്ക് പോകാൻ എനിക്ക് മടിയില്ല. അങ്ങനെ മാഷിത്ത ബീവിയുടെ കരിങ്കല്ല് പോലെയുള്ള ഉറച്ച തീരുമാനം ഫിർഔന് വല്ലാതെ ദേഷ്യം ഉണ്ടാക്കി. അപ്പൊ ഫിർഔൻ എന്തെന്നറിയോ? ഉടൻ തന്നെ തന്റെ അടിമകളോട് പറഞ്ഞു, ഒരു വലിയ ചട്ടി കൊണ്ടുവന്ന് എണ്ണ തിളപ്പിക്കാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒരു വലിയ ചട്ടി കൊണ്ടുവന്നു, അതിലേക്ക് എണ്ണ ഒഴിച്ചു, നല്ല തീ കത്തിച്ചു. എണ്ണ ഇങ്ങനെ തിളച്ച് മറിയുകയാണ്. ഉടൻ തന്നെ മാഷിത്ത ബീവി റളിയല്ലാഹു തആല വിളിച്ചിട്ട് പറഞ്ഞു, മാഷിത്ത, നിനക്ക് മതത്തിൽ നിന്ന് മാറാൻ താല്പര്യമുണ്ടോ? മാഷിത്ത ബീവി പറഞ്ഞു, ഇല്ല, മാറാൻ താല്പര്യമില്ല. ഉടൻ തന്നെ തന്റെ മൂത്ത കുട്ടിയെ വിളിക്കാം രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു, നീ മാറിയില്ല എങ്കിൽ ഈ കുട്ടിയെ ഞാൻ തിളച്ച എണ്ണയിലേക്ക് ഇടും. ഒരു ഉമ്മയുടെ വേദന നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് അള്ളാഹുവിലേക്ക് അടുത്തു പോയാൽ മറ്റെല്ലാ പരീക്ഷണങ്ങളും പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ കഴിയുന്ന ഈമാൻ നമുക്ക് ഉണ്ടാവുക എന്ന് പറയുക. മാഷിത്ത ബീവി പറഞ്ഞു, പ്രശ്നമില്ല. മാഷിത്ത ബീവി നോക്കുമ്പോൾ തന്റെ മൂത്ത കുട്ടിയെ ഫിർഔന്റെ കിങ്കരന്മാർ തൂക്കിയെടുത്ത് എന്ത് ചെയ്തു? എണ്ണയിലേക്ക് ഇട്ടു. സുബ്ഹാനല്ലാഹ്. ഉമ്മാന്നൊരു വിളി മാത്രമേ കേട്ടുള്ളൂ. അത് മഹദിയായ മാഷിത്ത ബീവിയുടെ കൽബിൽ കൊണ്ടുവന്നാണ് ചരിത്രം പറയുക. മാഷിത്ത ബീവി കരഞ്ഞു. ചിന്തിക്കണം, കുഞ്ഞ് നമ്മൾ ഇറച്ചിയൊക്കെ മീനൊക്കെ പൊരിക്കുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട സൗണ്ട് കേൾക്കുന്നത് അതുപോലെ തിളച്ച് മറിഞ്ഞ് കരിഞ്ഞുപോയി. അത്രയും തീയാണ്. ഉമ്മാന്ന് വിളി മാഷിത്ത ബീവിയുടെ കർണപുടങ്ങളിൽ ആഞ്ഞടിച്ചു. അപ്പൊ മാഷിത്ത ബീവി ചരിത്രത്തിൽ കാണാൻ 2 കണ്ണുകൾ ഉയർത്തി മുകളിലേക്ക് പടച്ചവന്റെ കരുണയൊന്ന് നോക്കിയെന്നാണ്.
അങ്ങനെ മാഷിത്താ ബീവി ഇങ്ങനെ കരഞ്ഞപ്പോ ഫിർഔൻ വിചാരിച്ചു മനസ്സ് മാറിയിട്ടുണ്ടാകും. ഒന്നല്ലേ പോയിട്ടുള്ളൂ, ഇനി 2 കുട്ടികളുണ്ടല്ലോ, അപ്പൊ ഇനി ബാക്കി രക്ഷിക്കാൻ വേണ്ടി മാഷിത്ത മാറിയാലോ. ചോദിച്ചു, മാഷിത്ത തീരുമാനത്തെ മാറ്റമുണ്ടോ? മാഷിത്താ ബീവിയുടെ മറുപടി പുഞ്ചിരിയോടെ പറഞ്ഞത്, ഇല്ല ഫിർഔനെ, മാറ്റമില്ല. 2ാമത് കുട്ടി എടുത്തു. ഒന്നിനെ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അടുത്തതും കൂടി നിനക്ക് നഷ്ടപ്പെടാൻ പോവാണ്, മാറ്റമുണ്ടോ? മാഷിത്താ ബീവി പറഞ്ഞു, ഇല്ല, മാറ്റമില്ല, ഒരു മാറ്റവും ഇല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ആ കുഞ്ഞിനെയും അവർ എണ്ണയിലേക്കിട്ട് കത്തിച്ച് ചാമ്പലാക്കിയെന്നാണ്. ഇതെല്ലാം ഒരു 10 മാസം ചുമന്ന് പ്രസവിച്ച ഉമ്മ നോക്കാണ്. പിന്നെ ആകെ ഒരു കൈക്കുഞ്ഞാണ്, പാല് കുടിക്കുന്ന പ്രായത്തിലുള്ളതാണെന്നൊരു അഭിപ്രായമുണ്ട്. ചോരക്കിടാവ് കയ്യിലിരിക്കാണ്. മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഫിർഔൻ ചോദിച്ചു, മാഷിത്ത 2 കുട്ടികളെയും കൊന്നുകളഞ്ഞു, നിനക്കത് പ്രശ്നമില്ല, നീ ഒരു ഉമ്മയാണോ? ഇനിയുള്ളത് കൈക്കുഞ്ഞാണ്, അതിനെങ്കിലും നിനക്ക് സേഫാക്കിക്കൂടെ? അതിനെങ്കിലും ഒന്ന് സുരക്ഷിതമാക്കിക്കൂടെ? നിനക്കൊന്ന് പറഞ്ഞാൽ എന്താ? ഞാനാണ് റബ്ബെന്ന് പറയും, നീ വെറുതെ പറഞ്ഞാൽ മതി, കൽബിൽ തട്ടി പറയണമെന്നില്ല. നീ ആളുകളൊക്കെ കൂടി നിൽക്കല്ലേ, ഇതൊന്ന് ആളുകൾക്കൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമെങ്കിലും നീ ഒന്ന് പറയും മാഷിത്ത, ഫിർഔനാണ് റബ്ബെന്ന് പറയും. നീ എന്റെ വിശ്വാസം എങ്ങനെ ആയിക്കോട്ടെ, ആളുകൾ കേൾക്കാനെങ്കിലും നീ ഒന്ന് പറയാൻ പറഞ്ഞു. അവിടെയും വെറുതെ പോലും അള്ളാനെ ഒന്ന് തള്ളിപ്പറയാൻ, ദീനിനെ ഒന്ന് കുറ്റം പറയാൻ, ദീനിനെ ഒന്ന് താഴ്ത്തി പറയാൻ മഹതിയായ മാഷിത്താ ബീബി തയ്യാറായില്ല എന്നുള്ളതാണ്. ആ ചോരക്കിടാവിനെ എടുത്ത് ആ എണ്ണയിലേക്ക് ഇടാൻ വേണ്ടി പോവാൻ. അന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച, ചെറുപ്രായത്തിൽ സംസാരിച്ച ഒരു കുട്ടികളിൽ ഒരാൾ മാഷിത്താ ബീവിയുടെ കുട്ടിയാണ്. ഉമ്മ വല്ലാതെ വേദനിച്ചു, ഒരു നിമിഷം പതറിപ്പോയി എന്നാണ്, ചിന്തിച്ചു പോയി, പടച്ചവൻ എന്ത് പരീക്ഷണം. ആ സമയത്ത് ഉമ്മയോട് കുട്ടി പറഞ്ഞു എന്നാണ്, ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട, അള്ളാഹു നമുക്ക് വേണ്ടുക വെച്ചാൽ അള്ളാഹിന്റെ കോടതിയിൽ നമുക്ക് കണ്ടുമുട്ടാം, സ്വർഗത്തിൽ കണ്ടുമുട്ടാം. ഉമ്മ നിങ്ങളുടെ ഈമാൻ പതറരുത്, എനിക്ക് സന്തോഷമേ ഉള്ളൂ, നരകത്തിന്റെ വിറക് കൊള്ളിയാകുന്നതിനേക്കാൾ നല്ലത് ഈ ദുനിയാവിലെ തീയല്ലേ ഉമ്മ എന്ന് ആ കുട്ടി പറഞ്ഞു എന്നാണ്. അങ്ങനെ ഉമ്മയോട് സംസാരിച്ചു, മഹതിയായ മാഷിത്താ ബീവിയുടെ കുഞ്ഞ് സംസാരിച്ചു. ഇതെല്ലാം അങ്ങനെ നോക്കി നിൽക്കാണ് ഫിർഔൻ. ഫിർഔന് കലി കൂടി. ഫിർഔൻ പറഞ്ഞു, ഇടാൻ പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, മഹതിയായ മാഷിത്താ ബീവിയുടെ പൊന്നുകുട്ടിയെ, അവസാനത്തെ കുഞ്ഞിനെ എണ്ണയിലേക്കിട്ട് കത്തിച്ച് ചാമ്പലാക്കി. ചോദിച്ചു, മാഷിത്ത 3 മക്കളും പോയി, ഇനി നിനക്ക് മാറാൻ ആഗ്രഹമില്ലേ? ഇനിയെങ്കിലും പറയ്, ഞാൻ ആ റബ്ബെന്ന്. മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇല്ല ഫിർഔനെ, നീ എന്തെന്ന് പറഞ്ഞാൽ എന്നെ നീ കഷണമായി വെട്ടിമുറിക്കപ്പെട്ടാലും അല്ലാഹു അഹദ്, അല്ലാഹുവാണ് വലിയവൻ. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലായി സർവമാന മർമരങ്ങളെയും മാമരങ്ങളെയും മരുഭൂമികളെയും മണൽത്തരികളെയും പടച്ച് പരിപാലിക്കുന്ന റബ്ബ് മൂസയുടെ റബ്ബാണ്. ആ റബ്ബാണ് എൻ്റെ റബ്ബ് എന്ന് ഫിർഔനോട് മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടെ വിളിച്ചു പറഞ്ഞ മഹദിയായ മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹ. ഫിർഔന് വല്ലാത്ത നാണക്കേടും ദേശക്കെയായി. ചരിത്രത്തിൽ കാണാം, മാഷിത്താ ബീവിയെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ്. ആ മാഷിത്താ ബീവി ദീനിന് വേണ്ടി ഷഹീദായപ്പോ അല്ലാഹു കൊടുത്ത സ്ഥാനം സ്വർഗത്തിലെ ആ കബറിൽ നിന്ന് കസ്തൂരിയേക്കാൾ പരിമളം അടിച്ചു വീശുന്ന കബറായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു എന്നാണ്. ഈ രംഗം മദീന സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തപ്പോ സ്വഹാബത്തൊക്കെ രോമാഞ്ച കഞ്ചുകമണിഞ്ഞു എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹുക്ക് ആവേശം കൊണ്ടു എന്നാണ് പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിക്കാൻ. അല്ലാഹു നമുക്ക് ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ, അള്ളാഹുവിലേക്ക് തവക്കുലായി ജീവിക്കാൻ നമുക്ക് വലിയ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. മാഷിത്താ ബീവിയുടെ ഖബർ കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മഹദിയോടൊപ്പം നമുക്ക് സ്വർഗ്ഗം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എന്ത് പരീക്ഷണം വന്നാലും എന്ത് പ്രയാസം വന്നാലും റബ്ബിനെ ചേർത്തു പിടിക്കാൻ തൗഫീഖ് തരട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടെ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല കഥകൾക്കായി ബദറിൻ തീരം ചരിത്ര കഥകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഓരോ ദിവസവും ഓരോ കഥകളുമായി ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതോടൊപ്പം വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്നൊരു ചാനൽ നമുക്കുണ്ട്. ബദറിൻ തീരം ആത്മീയ മജ്ലിസ് എന്നൊരു ചാനലുണ്ട്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ദ്വാരക്കണം. അള്ളാഹ് കബൂലാക്കട്ടെ. പുതിയൊരു അറിവുമായി ചരിത്രവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.